ഒരുപാട് പേർക്ക് സംശയമാണ് ഈ ഗ്യാസ് എപ്പോൾ പൊട്ടിത്തെറിക്കുന്നുള്ളത്. ശരിയല്ല? ഇങ്ങനെ തീ വന്നതുകൊണ്ട് പൊട്ടിത്തെറിക്കോ, നമ്മൾ അവിടെ കേട്ടിട്ടുണ്ട്, അവിടെ പൊട്ടിത്തെറിച്ചു, ഇവിടെ പൊട്ടിത്തെറിച്ചു, കല്യാണ മണ്ഡപത്തിൽ പൊട്ടിത്തെറിച്ചു, അങ്ങനെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിന് കാരണം എന്താ നിങ്ങൾക്കറിയാം? ഈ ഒരു സാധാരണ നോക്കിയാൽ ജസ്റ്റ് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിൽ മുക്കുന്ന സംഭവം ഗ്യാസ് ഓഫ് ആവണില്ല, തീ ഓഫ് ആവണില്ല. അതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കുന്നത് ഫയർഫോഴ്സ് സാർമാരുണ്ട്, അവർ പറഞ്ഞ വിശദാര്യങ്ങൾ പറഞ്ഞുതരും. നമുക്ക് അവരുടെ പിടിക്കും കേട്ടോ. വാ. ഈ സിലിണ്ടർ എപ്പോഴും വേണോ പൊട്ടിത്തെറിക്കാം. ഒരു കാരണവശാലും സിലിണ്ടറിന്റെ അകത്തോട്ട് തീ പോയി പൊട്ടിത്തെറിക്കത്തില്ല. മനസ്സിലായോ? നമ്മൾ അമിട്ട് വെക്കുന്ന പോലെ തീ അകത്തോട്ട് പോയി പൊട്ടിത്തെറിക്കൂല. പിന്നെ എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത്? ഈ തീ എന്ത് ചെയ്യും? നമ്മുടെ സറൗണ്ടിലുള്ള എല്ലാ സാധനവും കത്തിക്കും, അല്ലെ? അതിന്റെ ചൂട് കാരണം ഈ മെറ്റൽ കത്തും. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ അകത്തുള്ള ലിക്വിഡ് തിളക്കാൻ തുടങ്ങും. തിളച്ച് എന്ത് ചെയ്യും? ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, അല്ലെ? ലിക്വിഡ് വേപ്പറായി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, ഗ്യാസ് ആവും. ഒരു തുള്ളി 270 മടങ്ങായിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ അകത്ത് ഇരുന്ന് ഇത് ഇങ്ങനെ വീർപ്പൂട്ടി എന്ത് ചെയ്യും? ഇത് പെരുവാൻ തുടങ്ങും. പെരുവി എന്ത് ചെയ്യാണ്? പൊട്ടിത്തെറിക്കുന്നത്. നമ്മൾ ബലൂണ് പൊട്ടുന്ന പോലെ. അപ്പൊ അത്രയും സമയം കിട്ടും നമുക്ക്. അതുകൊണ്ട് തീ കണ്ടുകൊണ്ട് എടുത്ത് ചാടി ഓടരുത്, അണയ്ക്കാനായിട്ട് നോക്കണം. എങ്കിൽ നമുക്ക് ആ വീട്ടിൽ തന്നെ കിടക്കാം, അല്ലെങ്കിൽ വാഴ വീട്ടിൽ തപ്പി പോകേണ്ടി വരും, മൊത്തം കത്തി തീരും.